ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ പാൽപുട്ട് വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത്. ഈ ഒരു പാൽപുട്ടിനെ തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതിനെ കഴിക്കാനായിട്ട് കറി പോലും വേണ്ട എന്നതാണ് സത്യം. നമ്മുടെ വീട്ടിൽ നമ്മൾ നിത്യവും തയ്യാറാക്കുന്ന ഒന്നാണ് പുട്ട്. ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരെ ഈ ഒരു പുട്ടിനെ കഴിക്കാനായിട്ട് വളരെ തന്നെ ഇഷ്ടപ്പെടും. ഈ പുട്ടിനെ കഴിക്കാനായിട്ട് കുറച്ചു പേർക്കൊക്കെ മടിയാണ്. ആ ഒരു മടിയുള്ള എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പുട്ട് റെസിപ്പിയും ഞാനിന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ എളുപ്പം തന്നെ ജോലിയൊക്കെ തീർക്കാൻ തീരുമാനിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പാചകരീതിയാണെങ്കിലോ വളരെ സിമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രുചിയൂറും പാൽപുട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ കൂടി തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ പോയാലോ? പാൽപുട്ട് തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് അരമുറി നാളികേരം തിരുമിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നാളികേരത്തിലേക്ക് 1/2 ഗ്ലാസ് അളവിൽ തേങ്ങാ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1/2 സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർക്കാം. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ തേങ്ങയെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമി കുഴച്ചെടുക്കണം. കൈകൊണ്ട് തേങ്ങയെ തിരുമി നല്ല പോലെ ഒന്ന് നനച്ചെടുക്കേണ്ടതാണ്. ഇതുപോലെ പുട്ട് തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നമ്മുടെ പുട്ടിന് നല്ല സോഫ്റ്റ് കിട്ടുന്നത്. തേങ്ങയെ 2 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പുട്ടുപൊടി ചേർക്കാം. ഞാനിവിടെ 125 ഗ്രാമുള്ള കപ്പിൽ 2 കപ്പ് അളവാണ് പുട്ടുപൊടി എടുക്കുന്നത്. പുട്ടുപൊടിയെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്നുകൂടെ കുഴച്ചെടുക്കണം. നമ്മൾ ഈ പുട്ടുപൊടിയിലേക്ക് ഒരു തരി പോലും വെള്ളം ചേർക്കുന്നില്ല. വെള്ളമില്ലാതെ തേങ്ങയുടെ തേങ്ങാപ്പാലിൽ കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ പുട്ടിന് വളരെ ടേസ്റ്റ് കൂടെ കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടിയെ നല്ലതുപോലെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കണം. 2 ക്യാരറ്റ് ഒന്ന് നല്ലവണ്ണം ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇതിനെ കൂടി നമുക്ക് ഈ ഒരു പുട്ടുപൊടിയിലേക്ക് ചേർക്കാവുന്നതാണ്. ക്യാരറ്റിനെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ക്യാരറ്റും പുട്ടുപൊടിയും എല്ലാം ചേർന്ന് നല്ലതുപോലെ മിക്സായി വരുന്നത് വരെ നമുക്ക് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ 1 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് കുഴച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വയ്ക്കണം. 2 മിനിറ്റ് നേരം മൂടി വെച്ച പുട്ടുപൊടിയിലേക്ക് 2 സ്പൂൺ അളവിൽ പാൽപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി പാൽപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ നമുക്ക് നല്ല പോലെ കുഴച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാൽപ്പൊടിയിലുള്ള കട്ടകളെല്ലാം ഉടച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. പാൽപ്പൊടി കൂടി ചേർത്ത് പുട്ടുപൊടിയെ നനച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവി വരുന്ന പുട്ട് കണയിലേക്ക് വേണം ഇതിനെ വാരി നിറച്ച് ഒന്ന് വേവിച്ചെടുക്കാനായിട്ടും. കൈകൊണ്ടതുപോലെ ഒന്ന് ഉരുട്ടി നോക്കിയാൽ നല്ലതുപോലെ ഉരുണ്ട് വരുവാണെങ്കിൽ നമ്മുടെ പുട്ടുപൊടി നല്ല പെർഫെക്റ്റ് പാകത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് പുട്ട് കണയിലേക്ക് വാരിയിട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി കണയിലേക്ക് നമുക്ക് പുട്ടുപൊടിയെ വാരി നിറച്ച് കൊടുക്കാവുന്നതാണ്. പുട്ടുകണയിലേക്ക് പൊടിയെ നിറക്കുന്നതിന് മുമ്പായിട്ട് ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുവാണെങ്കിൽ ഒരു തരി പോലും പുട്ടുകണയിൽ പുട്ടുപൊടി ഒട്ടിപ്പിടിക്കില്ല. നികക്കെ തന്നെ പുട്ടുപൊടിയെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്നതിനായിട്ട് അടുപ്പിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ ആവിയും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുട്ടിനെ ഒരു പ്ലേറ്റിലേക്കൊന്ന് കുത്തി കൊടുക്കാം. നമ്മുടെ പുട്ട് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പുട്ടുപൊടി, കുറച്ച് തേങ്ങ എന്ന കണക്കിന് പുട്ട് നിറച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇനി തേങ്ങയൊന്നും തന്നെ ചേർക്കുന്നില്ല. ആദ്യ പുട്ടിനെ വേവിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പുട്ടിനെയും ഒന്ന് വേവിച്ചെടുക്കാം. രണ്ടാമതും നമ്മുടെ പുട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വേവിച്ചെടുത്തിട്ടുള്ള പുട്ടിനെ ഇതേ ഒരു പ്ലേറ്റിലേക്ക് തന്നെ കുത്തി കൊടുക്കുവാണ്. നമ്മളിവിടെ എടുത്തിട്ടുള്ള 2 കപ്പ് പുട്ടുപൊടി വെച്ചിട്ട് എനിക്കിതുപോലെ 2 പുട്ടിനെയാണ് വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പാൽപുട്ട് വീഡിയോ. ഈ ഒരു വീഡിയോയും കണ്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. കറി പോലും വേണ്ടാത്ത വളരെ സ്വാദൂറും പുട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ പുട്ട് തയ്യാറാക്കിയാൽ കറി എന്ത് തയ്യാറാക്കണം എന്ന് ആലോചിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോയും വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ ഒരുപാട് തന്നെ ഇഷ്ടപ്പെടും. ജോലിക്കൊക്കെ പോകുന്ന നമ്മുടെ വീട്ടമ്മമാർക്കും ഈ ഒരു റെസിപ്പിയെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ കൂടി തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെയും ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.